വെരി വെരി ബിഗ് ഫാൻ സപ്പോർട്ട്. ഐ വിൽ സപ്പോർട്ട്. താങ്ക് യു ബ്രദർ. ദിസ് ഈസ് ദ F1 ഗീവ് അവേ. വെരി വെരി ബിഗ് ഫാൻ. താങ്ക്സ് ബ്രദർ. താങ്ക് യു ബ്രദർ. താങ്ക് യു. നോ ബ്രോ, ഇതായിരിക്കും ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചലഞ്ചറാ നവാബ് മുത്തേ. എന്തായാലും നമ്മളിവിടെ വലിയൊരു പുഷപ്പ് ചലഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതുവരെ ഒന്നും ആവണില്ല. നീ പറഞ്ഞെങ്കിൽ വാട്ടോ. ഓക്കെ, എന്തെല്ലാം എന്നാണ് മുത്തേ ഉമ്മാരാണെങ്കിൽ നിങ്ങൾ ഈ ന്യൂ ഫെരാരി സ്പോൺസർ സെക്കൻഡ് വിന്നർ. അതായത് എനിക്ക് തോക്കണവനും ഭയങ്കര പ്രൈസ് കൊടുക്കണുണ്ട്, മനസ്സിലായില്ലേ? $56 മിനിറ്റ് കൊണ്ട് കിടന്ന് പുഷപ്പ് എടുത്തോണ്ടിരിക്കുകൊണ്ടമാർ രണ്ടുപേരും. 56 ഒന്നായി തോന്നുന്നു. 2 മണിക്കൂർ, 1 മണിക്കൂർ, അതിൽ 1 മണിക്കൂർ നമ്മൾ ജസ്റ്റ് അല്ലാതെ പോയി ട്രിപ്പ് അടിച്ചാണ്. 1 അവർ കൊണ്ട് അമ്മ രണ്ടുപേരും പുഷപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് 1 മണിക്കൂർ. സീരിയസ്ലി ചാറ്റ്, ഇൻസൈൻ ചാറ്റ്, ഇൻസൈൻ. വാസു വൈനാ എന്തിന് പറയണ? റെഡ് ബോക്സ് ബ്രോ, ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ? എടാ ഇല്ലടാ, ഇവന്മാരാണ് ഫൈനൽ. ഇവന്മാരാണ്ട്രാ ഫൈനൽ. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ കയറാം. എടാ ഹസന് ജയിക്കാൻ അവൻ്റെതായിട്ടുള്ളൊരു കാര്യമുണ്ട് മനസ്സിൽ. കാരണം എന്ന് വെച്ചാൽ അവൻ 2ാമത്തെ ടൈമാണ് ഈ പങ്കെടുക്കണം. അപ്പോൾ അവന് ജയിക്കണമെന്ന് മനസ്സുകൊണ്ടൊരു ആഗ്രഹം കാണും. അതേപോലെ തന്നെയാണ് ചിലപ്പോൾ വാസുവിന് അവന് ഫസ്റ്റ് ടൈം തന്നെ ജയിക്കണമെന്നൊരു ആഗ്രഹം കാണും. പറയത്തില്ല. എനിക്ക് ഒരാൾ ജയിക്കണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് മനസ്സ് ഇതുവരെ തോന്നിയിട്ടില്ല. എന്തായാലും നോക്കട്ടെ ഗൈസ്, ആര് ജയിച്ചാലും സന്തോഷം. പ്രൈസ് കൊടുക്കണം, അതിട്ട് ടൈം എടുത്തുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു ശ്രദ്ധിച്ചിരിക്കണം. 2 വണ്ടിയാണ്, അതാണ്. സെക്കൻഡ് പ്രൈസിന് ഞാൻ 5 ലക്ഷം അയച്ചിട്ട് ഉടനെ അടുത്ത റൂം വിടും. എന്നിട്ട് അപ്പം തന്നെ കയറാനും പറഞ്ഞിട്ട് പ്രൈസ് അങ്ങ് 2 വണ്ടിയും കൊടുക്കണം. അതാണ്. ഹസൻ ഗെയിമർ. എടാ ഇതാരീനട്ടെ. എടാ ഇവന്മാരൊന്നും കൂട്ടണ്ട കേട്ടാ. ഈ പുഷപ്പ് എടുക്കണ ബാക്കിയുള്ളവരൊന്നും കൂട്ടല്ലേ. പരുന്ത് വാസുവും ഹസനും. അതാണ് സിനാൻ. ചാർജ് 10 സാമാനം ഒന്ന്. വാസു ഗുഡ് എന്ന് അതൊക്കെ ആര് പറയണ? എന്തായാലും നോക്കാം. എത്ര എന്ന് തീരാനാണെന്നാണ് മുത്ത. ഇത് തീരണമില്ലല്ലോടാ. ഇതിന് ഇവര് അന്തി ലവന്മാരുടെ നിർത്തണല്ലടാ. ഞാൻ ഇത്രയും വിചാരിച്ചില്ല, ഇത്രയും പോകുന്ന ഞാൻ വിചാരിച്ചില്ല. എന്റെ പൊന്നോ, നോക്കട്ടെ. ലവന്മാരെ നിർത്തൂലടാ, എനിക്ക് ഉറപ്പായി. രണ്ട് മണിക്കൂർ 7 മിനിറ്റോ ലൈവ് തുടങ്ങിയിട്ട് 30 ലൈക്ക്. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു. ഒരു പുഷപ്പ് ചലഞ്ചിന് ഇത്രയും ആൾക്കാരാടാ. സീരിയസ്ലി പുഷപ്പ് ചലഞ്ചിന് ഇത്രയും ബ്രദർ, സീരിയസ്ലി. ുന്നേ. ഗുഡ് നൈറ്റ് ആടാ മുത്തേ. രാവിലെയാണ് ഗുഡ് നൈറ്റ്. രാവിലെ അല്ല, വൈകുന്നേരമായി. എന്നാലും ഗുഡ് നൈറ്റ്. എന്തൊരു എടാ നിങ്ങൾ നിർത്തുന്ന ലക്ഷണം ഇല്ലടാ. ഹലോ KXMD എന്തൊരു വേണം? ടൈം എടുക്കണ പരിപാടി ആണല്ലോ. നല്ല ടൈം എടുക്കുമല്ലോ. നേരിട്ട കാർ ഞാൻ വാങ്ങൂല. നേരിട്ടങ്ങ് കൊടുത്താൽ മതി മുത്തേ. നേരിട്ടങ്ങ് കൊടുത്താൽ മതി. ഞാൻ കാർ വാങ്ങിക്കൂല കേട്ടാ. നീ അങ്ങ് നേരിട്ട് കൊടുത്താൽ മതി. ഞാൻ വാങ്ങുവേ ഇല്ല. എനിക്ക് ഓൾറെഡി 2 കാർ വാങ്ങിച്ചു പോയി. അത് കുഴപ്പമില്ല. ഞാൻ നേരിട്ടങ്ങ് കൊടുത്താൽ മതി. ഞാൻ വാങ്ങുവേ ഇല്ല മുത്തേ. നോക്കൂ. ഹസൻ ബ്രോ കൺഫേം I am Vinya.
തരുന്ന പരുന്തുവാസ് ഇട്ടേക്കണുണ്ടോ ഹസൻ ബ്രോ കൺഫേം ഐ ആം വിന്നർ എന്നായിരിക്കും ഉദ്ദേശം. ഓക്കെ ഓക്കെ. ഗ്രാഫിക്സിൽ വട്ട അനുവാദമില്ല അതിൽ വട്ടേൻ്റെ കാര്യം പറഞ്ഞു. ടൈം എടുക്കണ പരിപാടി ആണ് കേട്ടാ. ഐ ആം ബോട്ട് ഫോർ ഷുവർ. ഓക്കെ ബ്രോ സീന്ന് മാരിത് എടാ നല്ല കട്ടിക്ക് ഇതായിട്ടുണ്ട് കേട്ടാ. ഉള്ള കാര്യം പറയല്ലേ മാതിരി നിർത്തണ ലക്ഷണമില്ല. അവന്മാര് ചുമ്മാ ഇത് പുഷപ്പ് എടുത്തിട്ട് അങ്ങ് വേറെ എങ്ങാട്ടെങ്കിലും പോയേക്കുമല്ലോ. അവന്മാര് ഇരുന്ന് അത്രയും 1 മണിക്കൂർ അത്രയും നേരം ഇരുന്ന് അവന്മാര് ഇത് ചെയ്യുവാണ്. ഫോൺ ഉപയോഗിക്കണുണ്ട് ആ സമയത്ത്. എടാ വീട്ടിൽ നിന്ന് ഡാഡി അങ്ങനെ വന്ന് നിങ്ങൾ ഇടിച്ച് ഓടിച്ചാലും നിങ്ങൾ എനിക്ക് തോക്കുമായിരിക്കും. അങ്ങനെ തോന്നില്ല. നിങ്ങളായിട്ട് ഗിവ് അപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നല്ലടാ. എനിക്ക് അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയണം. നിങ്ങളായിട്ട് ഇത് നിർത്തുമെന്ന് എനിക്ക് തോന്നണില്ല. എനിക്ക് നോക്കാം. വാസു വെസ് ഹാസൻ. അതാണ് വാസു വെസ് ഹാസൻ. ഏറ്റവും വലിയ ഇന്ന് ഇത് യൂട്യൂബ് അനദർ ഫോൺ സ്വിച്ച് ഇൻ അനദർ ഫോൺ ഇൻ ദ അനദർ ഫോൺ വാച്ചിങ് യൂട്യൂബ്. ഹേ ഓക്കെ ഓക്കെ. ഇവിടെ പരുന്തുവാസ് നോ ബ്രദർ എന്നാ. ഹലോ യൂട്യൂബ് ചാനൽ. ഹലോ യൂട്യൂബ് ചാനൽ എന്നാ. ഇതിന് അവസാനമില്ലേ? സത്യം അവസാനമില്ല. ലോട്ട തീരണില്ലടാ. തീരൂല ഇത്. അവസാനമില്ലേ കാഴ്ച ഇതിന്? ആ ഞാൻ ചോദിച്ചു തുടങ്ങിയടാ മുത്തേ. അവസാനം ആർക്കും മടുത്തില്ല ഞാൻ ചോദിച്ചു. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ. അപ്പൊ രണ്ടുപേരെയും കാണാല്ലേ. ഹസൻ ഇടത്ത് വാസു വലത്ത്. വൈഫൈ എങ്ങനെ എടാ എന്നെ ബ്രോ? നോ ബ്രോ ഇറ്റ്സ് റോങ്. ഇറ്റ്സ് ഇൻഫിനിറ്റ് എന്നാ. റെഡ് ബോക്സ് മൈ മോൺസ്റ്റർ എനർജി ബ്രൈറ്റ്നസ് ബിഗ്നസ് ഫാൻ ഇൻ ദ വേൾഡ് എന്നാ. ഓക്കെ ബ്രദർ. ഓക്കെ നൻപ. എന്നാലും വാക്കല ഹസൻ ബ്രോ യുവർ ഫോൺ വിച്ച് വൺ? ഒമാർക്കല്ലട സത്യത്തിൽ മടുക്കണത്. എനിക്കാണ് മടുത്തു പറഞ്ഞു ഉള്ള കാര്യം പറയാൻ. എന്തായാലും നോക്കാം. ഇത് തീരൂല. ഇൻഫിനിറ്റ് ഇത് തീരുവളറാ. എടാ രാത്രി 12 മണിക്കെങ്കിലും ഒരുത്ത ഉറങ്ങാനെങ്കിലും പോവല്ല. ആ ആ ആ ആ ആ അത് തന്നെ. ഒരുത്ത ഉറങ്ങാൻ പോവല്ല. കണ്ണടയ്ക്കുമല്ല. കണ്ണടയ്ക്കുമ്പോൾ അറിയാതെ കൈ ഇങ്ങനെ മാറി, അല്ലെങ്കിൽ കണ്ണടച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ ചാർജ് എങ്ങനെ തീരുമല്ല. അങ്ങനെയെങ്കിലും ഒരുത്ത ഔട്ടാവൂടാ. എങ്ങനെ അതുവരെ ഞാൻ ഇരിക്കേണ്ടി വരും. അതാണ് കുഴപ്പം. പക്ഷെ കുഴപ്പമില്ലടാ മുത്തേ, ഞാൻ ഇരിക്കൂടാ. അങ്ങനെ തന്നെയാണോ. അതൊക്കെയാണ് അതിൻ്റെ ഇതടാ മുത്തേ. എടാ അവനെയും കൂടെ ശ്രദ്ധിക്കട്ടെ. അവൻ്റെ അടുത്ത് ഒരു 10 പേര് പുഷപ്പ് എടുക്കൊണ്ടെങ്കിൽ അവനെ നേരെ കാണാൻ പറ്റുന്നുണ്ട്. എടാ നിങ്ങളൊക്കെ മാറിക്കടാ. അവൻ പുഷപ്പ് എടുക്കുമ്പോൾ മാറിക്കും. ഗവന്മാരെ വ്യക്തമായിട്ട് കണ്ടേ പറ്റൂ. ഇന്ന് നൈറ്റ് ലൈവ് ഉണ്ടോ? എടാ ഈ ലൈവ് എപ്പോൾ തീരുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ശ്വാസ യവന്മാരിൽ ഒരാൾ നിർത്തണം വരെ. ഈ ചലഞ്ചിൽ ഒരാൾ ജയിക്കണ വരെ ഇത് ലൈവ് മുന്നോട്ട് കൊണ്ടുപോകും. അത് എപ്പോൾ തീരുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതാണ് സത്യം. ഉള്ള പറയാല്ല. എടാ വണ്ടി കയറ്റല്ലേ. വണ്ടി ഒരുത്ത ഇങ്ങോട്ട് സീനാക്കി ഞാൻ അടുത്ത സെക്കൻഡ് എടുത്ത് കളയും. അൺവൺ വെയിറ്റ്. എടാ തേർഡ് പാർട്ടിസിപ്പേറ്റ് ഒന്നും ഇല്ലടാ മുത്തേ. ഫൈനലാണ്. രണ്ടോമാർ തമ്മിലാണ്. 1 മണിക്കൂർ കഴിഞ്ഞു ചലഞ്ച് തുടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് മത്സരത്തിൽ കയറാനൊന്നും പറ്റുള്ളൂടാ. നമുക്കിനി അടുത്ത തവണ ചലച്ചിടം വന്നാൽ മതി. ഓക്കെ. ആരാണോ ദോഷപ്പെടുക്കണം? ഹസൻ ബ്രോ ഗീവ് അപ്പ് എന്ന്. ഇവിടെ ഹസൻ ഗീവ് പഠിക്കാത്ത എനിക്ക് അറിയാം. റീസൺ അറിയാം. കാരണം വെച്ചാൽ ഹസൻ അന്ന് ഒരുപാട് വർക്ക് ചെയ്താണ് അതിന് വേണ്ടിയിട്ട്. അന്ന് നമ്മൾ ചലഞ്ച് ഫസ്റ്റ് ടൈം വച്ച സമയത്ത് ഹസൻ 3ാമതാണ്ട് വന്ന് അത്ര ഇതായിട്ട് നിന്നെയാണ്. അതുകൊണ്ട് അവൻ ഗീവ് പഠിക്കാത്ത എനിക്ക് അറിയാം. ചില പറയത്തില്ല മുത്തേ. എന്നാലും ആ മെൻറ്റാലിറ്റി നല്ലതാണ്. എന്തായാലും നോക്കാം. ട്രൈ ഹാർഡ് ടു വിൻ ദ ഗിഫ്റ്റ്. ലെറ്റ്സ് സീ നോക്കാം. അവന്മാർ ഫോൺ അവിടെ വച്ചിട്ട് പോയിന്നാ തോന്നുന്നേ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ.
അതങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ചുമർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യണുണ്ട് ഹസനും വാസുവൊക്കെ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഈ ചലഞ്ച് കഴിയണവരെ ഞാൻ ഇവിടെ കാണും. ഇന്ന് 12 മണി വരെ 12 മണിയായിട്ട് തീർന്നില്ലെങ്കിലും അതൊരു റെഡ് ഫോക്സ് ഇവിടെ കാണും മുത്തേ. അതാണ് അതിൻ്റെ ഒരിത്, മനസ്സിലായില്ലേ? അല്ലാതെ പാതിക്ക് വെച്ചിട്ട് ഞാനായിട്ട് ഈ ചലഞ്ച് ഒരിക്കലും നിർത്തൂല. എടാ ഇനി വല്ല വൈഫൈ സീനാവോ അല്ലെങ്കിൽ വല്ല ബഗ് അടിച്ച് ഞാൻ ഓട്ടോമാറ്റിക്കായി പോയാൽ നമ്മൾ ഈ ചലഞ്ചിൻ്റെ ബാക്കി നാളെ ചെയ്യും, മനസ്സിലായില്ലേ? ബട്ട് അങ്ങനെ ഈ ചലഞ്ചിന് ഒരു വിന്നറിനെ കിട്ടാതെ ഇതൊന്നും നിന്ന് പോവില്ല. പാതിക്ക് വെച്ച് നിന്ന് പോണ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും പേടിക്കല്ലേ, അത് അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എനിക്കാണ് ചെറിയൊരു പാട്. കാരണം വെച്ചാൽ ഇത്രയും മുന്നോട്ടില്ല, എത്ര മുന്നോട്ട് പോകണം അതിനനുസരിച്ച് ഞാൻ ഇവിടെ വോയിസ് കൊടുത്ത് സംസാരിക്കണ്ടേ, അതിൻ്റെ ഒരു ഇതാണ്. ഒരുപാട് സംസാരിക്കണം, അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ല നോക്കണേ ഒരു സീനുമില്ല മുത്തേ. നോക്കാടാ മുത്തേ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുത്തൻ ജയിക്കട്ട്, ഞാൻ കാത്തിരിക്കും. നമ്മളെല്ലാവരും ഇവിടെ ആകാംക്ഷാഭരിതരായിട്ട് നിൽക്കുകയാണ് മുത്തേ. ലെറ്റ്സ് ടീ ചാറ്റ്. റെഡ് ഫോക്സ് ഞാൻ ETB ജാക്ക് ആണ്. ഇത് മടുത്തു നിർത്ത് പുഷപ്പ്. എടാ അങ്ങനെ ചെയ്യാൻ പറ്റില്ലടാ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മടുപ്പായിരിക്കും, നിനക്ക് മാത്രമല്ലേ, എനിക്കും മടുക്കണുണ്ട്. പക്ഷേ അത് അങ്ങനെയാണ്, ഒരു ചലഞ്ച് ആകുമ്പോൾ അതിൻ്റെ ഒരു ഇതിൽ പോകണം. അപ്പോൾ ക്രിക്കറ്റ് മാച്ച് തന്നെ ഒരു 20 മിനിറ്റ് ആരെങ്കിലും കണ്ടിട്ട് മടുത്തെന്ന് പറയാൻ പറ്റൂ? അത് അത്രയും നേരം കളിക്കണ്ടേ? അതങ്ങനെയാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അത് അത്രയും നേരം കളിച്ച് കഴിഞ്ഞല്ലേ അവർക്ക് നിർത്താൻ പറ്റൂ. അതുപോലെയാണ്ട്രാ, നമുക്ക് മടുക്കണമായിരിക്കും. അത് കുറ്റം പറയത്തില്ലടാ. ഇപ്പോൾ എന്ത് ചെയ്യാൻ? ഇതിപ്പോൾ ചലഞ്ച് ആകുമ്പോൾ അതനുസരിച്ച് കാണൂടാ, അത്രയും നേരം കാണും. എന്തായാലും നോക്കാം. ഇതൊക്കെ ആരാണ് അതിനിടയിൽ കയറി കിടക്കുന്നത്? പരുന്തുവാസു ഹസൻ. നമുക്ക് നോക്കാം. ക്രിക്കറ്റ് ഫാനാണോ? നമ്മൾ ക്രിക്കറ്റ് ഇഷ്ടമാണ്ട്രാ, ഇഷ്ടമാണ് ശാശ്വത. ഫുട്ബോൾ ഫാനാണോ ക്രിക്കറ്റ് ഫാനാണോ? എടാ അത് ഫുട്ബോളാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്ട്രാ മുത്തേ. ഫുട്ബോൾ ഇത്തിരി കൂടെ ഇഷ്ടമാണ്. കാരണം വെച്ചാൽ അതിനൊരു കാരണം റൊണാൾഡോയാണ്, മനസ്സിലായില്ലേ? ഫുട്ബോൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ ഒരൊറ്റ കാരണം റൊണാൾഡോയാണ്. വാസു ഹസൻ. ലെഡ് ഫോക്സ് ബ്രോ ടോസ് ഇടുക. ടോസ് ഇട്ട് കളിക്കുന്നത് എന്ത് മുത്തേ? അങ്ങനെയൊന്നും അല്ല. ഇന്ത്യയും പാകിസ്ഥാനും മത്സരം വയ്ക്കുമ്പോൾ എന്തിന് ടോസ് ഇട്ടാണ് വിജയിനെ തീരുമാനിക്കണത്? അവർ കളിച്ചല്ലേ ജയിക്കണം, അതാണ്. ഇവരെ ഹാർഡ് വർക്കിന് നമ്മൾ മാനിക്കണോടാ. അവർ 1 മണിക്കൂർ കൊണ്ട് കിടന്ന് പുഷപ്പ് എടുക്കുമല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് നമ്മൾ മാനിക്കണം. ടോസ് ഇട്ട് അങ്ങനെ കാണിച്ചൂടാ. ആരൊക്കെ ഇറങ്ങിപ്പോയാലും 17 പേര് 18 പേരുണ്ടായിരുന്നു. എത്ര പേര് ഇറങ്ങിപ്പോയി? ഞാൻ ഇവിടെ കാണും മുത്തേ. റെഡ് ഫോക്സ് യു ആർ PC പ്ലെയർ. PC ഒന്നും ഇല്ല മുത്തേ. മോണിറ്റൈസ് പോലും അല്ല അതിൻ്റെ അടുത്താണ് നീ. അല്ലെങ്കിൽ റേസ് വയ്ക്കുക. എടാ നമ്മളെ ചലഞ്ചിൻ്റെ പേര് തന്നെ പുഷപ്പ് ചലഞ്ച് എന്നാണ്. എന്നിട്ട് നമ്മൾ റേസിങ് വെച്ചാൽ ആ ചലഞ്ചിനെ നമ്മൾ കളിയാക്കണ പോലെ അല്ലേടാ. ഇതിങ്ങനെ തന്നെയാണ് തീരേണ്ടത്. സമയം എടുക്കുമായിരിക്കും, പക്ഷേ ഇതിങ്ങനെയാണ് തീരേണ്ടത്. അതാണ് അതിൻ്റെ ശരിയടാ. ബ്രോ ഞാനപ്പോൾ വരാം, എൻ്റെ F1 ഞാനിപ്പോൾ വരാം. ഓക്കെ എടാ സ്പോൺസർ ചെയ്തവരൊക്കെ അവർ സ്വന്തം ഇതിനെ കളിക്കണേടാ, കൊടുക്കാനുള്ളത് കൊടുക്കണം. ഞാൻ 2 വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം. ഐ ഹാവ് PC. ഐ ആം വാച്ചിങ് ലൈവ് ഇൻ PC. ഓക്കേടാ ഓക്കെ പരുന്തേ.